Good afternoon. Good afternoon, teacher. Good afternoon, teacher. Good afternoon, Miss. Okay, good afternoon. നമ്മൾ റിവിഷൻ അല്ലേ ചെയ്തോണ്ടിരുന്നത്? Yes, teacher. ഓക്കെ, നമ്മള് CSSD ആണ് നോക്കിക്കൊണ്ടിരുന്നത്. വായിച്ചായിരുന്നോ? ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കിയല്ലേ ഒന്ന്? Teacher. നോക്കി അല്ലേ? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിലും എഴുതുമ്പോൾ നിങ്ങൾക്കും ഒരു എളുപ്പം ഉണ്ടാവും. നമ്മൾ എത്ര ക്വസ്റ്റ്യൻ വരെയോ എഴുതിയത്? ലാസ്റ്റ് എഴുതിയതൊന്ന് വായിക്കോ ആരെങ്കിലും? CSD layout should be in a dash. Okay, the CSSD layout should be designed in a unidirectional flow. ആണ് വരെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ നമ്മള് എക്സ്പാൻഡഡ് ഫോം നോക്കണം കേട്ടോ. CSSD എക്സ്പാൻഡഡ് ഫോം നമ്മൾ എഴുതി. പിന്നെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് പറഞ്ഞത്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലക്ഷ്യങ്ങളും അതിന്റെ ഫങ്ഷൻസ്, പ്രവർത്തനങ്ങളും ഒക്കെ. CSSD ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ്. അപ്പൊ അതിനകത്ത് ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണ്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിക്കാം. ഈ ഫങ്ഷൻസ് ആണെങ്കിലും രണ്ടും ഒരുമിച്ച് തന്നേക്കുന്നത്. ഒറ്റ ഇതാണ് വരുന്നത്, ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് എന്ന് ഉള്ളത് നോക്കി. പിന്നെ നെക്സ്റ്റ് നമ്മള് ഇത് ജനറൽ CSSD ഡിസൈൻ കൺസെപ്റ്റ്. അപ്പൊ അതിനകത്ത് പറഞ്ഞത് CSSD layout should be designed in a unidirectional flow. ഇവിടെ വരെയാണ് എഴുതിയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. items used from several departments of the hospital. Several departments of the hospital are transferred, TRANSFERRED, transferred to CSSD for dash. Items used from several departments of the hospital are transferred to CSSD for dash. Okay. എന്തിനു വേണ്ടിയിട്ടാണ്? കിട്ടിയോ? Items used from several departments of the hospital are transferred to CSSD for. CSSD ലേക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഫ്രീ ആക്കാം അല്ലെ? CSSD for cleaning and sterilization. ക്ലീനിങ്ങിനും സ്റ്റെറിലൈസേഷനും ചെയ്യാൻ വേണ്ടിയിട്ടാണ് CSSD-യിലേക്ക് മെറ്റീരിയൽസ് ഓർ ഐറ്റംസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ റിസീവിംഗ് ഏരിയയുടെ ഫസ്റ്റ് നോക്കിയേ, ഫസ്റ്റ് സെന്റൻസ് നോക്കിയേ. കണ്ടോ? Items used from several departments of the hospitals are transferred to CSSD for cleaning and sterilization. Cleaning and sterilization. ഇനി ഇവിടെ നമ്മള് ഈ വർക്ക് ഫ്ലോ ഓഫ് CSSD-യുടെ വർക്ക് ഫ്ലോ ഇല്ലേ, അത് ഒന്ന് നോക്കണം കേട്ടോ. അതിനകത്ത് ഏതെങ്കിലും ബ്ലാങ്ക് ആക്കി തരാം. റിസിപ്റ്റ്, റിൻസിങ്, ക്ലീനിങ്, ഡ്രൈയിങ്, ചെക്കിംഗ് ആൻഡ് ട്രേ അസംബ്ലിംഗ്, സ്റ്റെറിലൈസേഷൻ, ലേബലിംഗ്, നെക്സ്റ്റ് സ്റ്റോറേജ്, ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ വർക്ക് ഫ്ലോ ഓഫ് CSSD-യുടെ വർക്ക് ഫ്ലോ അത് നോക്കണം. ഓക്കെ, അപ്പൊ അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം വിട്ട് തന്നിട്ട് ബ്ലാങ്ക് ആക്കി തന്നിട്ട് അവിടെ ഏതാ വരിക എന്നുള്ളത് നോക്കിക്കൊള്ളാം കേട്ടോ.
പിന്നെ അടുത്തത് ഓർഗാനോഗ്രാമാണ് തന്നേക്കുന്നത്. അതും ഇതുപോലെ തന്നെ നോക്കുക. CSSD ഏറ്റവും ടോപ്പിലുള്ളത് ആരാ? CSSD ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആരാ? CSD ഇൻചാർജ് മാനേജർ. ഇൻചാർജ് ഓർ മാനേജർ. CSSD ഇൻചാർജ് ഓർ മാനേജർ. മാനേജർ ആണ് ഏറ്റവും ടോപ്പിലെ ഹെഡ്. പിന്നെ അതിന്റെ താഴെ വരുന്നത് ടെക്നീഷ്യൻസ്, CSSD ടെക്നീഷ്യൻ, അസിസ്റ്റൻസ്, CSSD അസിസ്റ്റൻസ്, ക്ലർക്ക്. ക്ലർക്സ് ഓർ സ്റ്റോറേഴ്സ്. ടീച്ചർ അവര് രണ്ടും ഒന്നാണ്. ക്ലർക്കും സ്റ്റോർ കീപ്പറും ഒരാൾ. ക്ലർക്ക് ഓർ സ്റ്റോർ കീപ്പേഴ്സ് എന്നാണ്. നെക്സ്റ്റ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. അപ്പൊ ജസ്റ്റ് അതിന്റെ ഇതിനകത്ത് ഏതാണ് ഓർഗാനോഗ്രാം, ഏതാണ് കറക്റ്റ് എന്നുള്ള രീതിയിൽ അത് നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ ഒരു മിനിറ്റ് നോക്കട്ടെ. നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ അത്? ക്വസ്റ്റ്യൻ ടെസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് കേട്ടോ. ഇല്ല, ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടില്ല. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. Which of the following organogram is correct? Which of the following organogram is correct in CSSD? Which of the following organogram is correct in CSSD? First option ഏതാ? മാനേജർ. താഴേക്ക് ആരോ മാർക്ക് ഇട്ട് തന്നെ കൊടുക്കാം കേട്ടോ. മാനേജർ, CSSD technician, next CSSD assistant, next clerk, താഴെ housekeeping staff. The first option A ആണ്. Option B, manager, CSSD assistant, next CSSD technician, next താഴെ clerk, next വരുന്ന താഴെ housekeeping staff. ഇതൊരു മോഡൽ പോലെ. ഇനി അടുത്ത ഓപ്ഷൻ സിയും ഡിയും ഞാൻ തരുന്നില്ല. അത് ഇതിന്റെ ഒരു ഇതുപോലെ റീഅറേഞ്ച് ചെയ്ത് ഇതിനകത്ത് എ ആണോ ബി ആണോ കറക്റ്റ് ഒരു ഫോർമാറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ക്വസ്റ്റ്യൻ തന്നതാണ് കേട്ടോ. ഓക്കെ, ആണല്ലേ. മാനേജർ, CSSD ടെക്നീഷ്യൻ, CSSD അസിസ്റ്റൻസ്, ക്ലർക്ക്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. അതുപോലെ ഓപ്ഷൻ സിയും ഡിയും അതിനെ ഒന്ന് റീഅറേഞ്ച് തെറ്റായിട്ടൊക്കെ കൊടുത്തേക്കുന്നത്. മാനേജർ, CSSD അസിസ്റ്റന്റ്, ക്ലർക്ക്, CSSD ടെക്നീഷ്യൻ, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ഓപ്ഷൻ സിയില് ഡിയില് മാനേജർ, ക്ലർക്ക്, CSSD ടെക്നീഷ്യൻ, CSSD അസിസ്റ്റന്റ്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. അപ്പൊ ആ രീതിയിൽ ചോദിക്കാം. അതിനകത്ത് ഏതാണ് ഓർഗാനോഗ്രാം കറക്റ്റ് റിലേറ്റിംഗ് ടു ദ CSSD ആയിട്ട് റിലേറ്റ് ചെയ്ത് ഏത് ഓർഗാനോഗ്രാം ആണ് കറക്റ്റ് എന്ന് ചോദിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ അതിനകത്ത് പഠിച്ചത് ഫങ്ഷണൽ ഏരിയാസ് ആണ്. അതിന്റെ അത് നോക്കുക കേട്ടോ. എത്ര ഫങ്ഷണൽ ഏരിയ ഉണ്ടാവും? ഹൗ മെനി ഫങ്ഷണൽ ഏരിയാസ് ഇൻ CSSD? 4. എത്രയുണ്ട്? 6. ഏതൊക്കെയാ 6 ഫങ്ഷണൽ ഏരിയാസ്? ഏതൊക്കെയാ വരുന്നേ? റിസീവിംഗ് ഏരിയ, ക്ലീനിങ് ഏരിയ,
packing area, packing area, sterilizing area, sterilizing area, storage area, storage area, distribution area. distribution area. അതിനകത്ത് നിങ്ങൾക്ക് തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി ഫങ്ഷണൽ ഏരിയാസ് ഇൻ CSST ഡിപ്പാർട്ട്മെന്റ്. എത്ര ഫങ്ഷണൽ ഏരിയാസ് ഉണ്ട്? എത്രയാണ്? 6 ഫങ്ഷണൽ ഏരിയാസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. Items used from several departments of the hospital, several departments of the hospital are transferred. ടീച്ചർ ആ ക്വസ്റ്റ്യൻ എഴുതിയായിരുന്നു. അതിനകത്ത് ഓപ്ഷനില് ഇവിടെ ഡാഷ്, ഇവിടെ CSST ഇട്ടിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. 2 ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കുന്നത്, ഒരു സെയിം സെന്റൻസ് തന്നെ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ആർ ട്രാൻസ്ഫേർഡ് ടു ഡാഷ്. Items used from several departments of the hospital are transferred to dash for cleaning and sterilization. CSST for cleaning and dash for cleaning and sterilization. അപ്പോൾ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള, ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നുള്ള ഐറ്റംസ് റിസീവ് ചെയ്ത് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ക്ലീനിങ്ങിനും സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക്? CSST for cleaning and sterilization. Next question. After receiving the items, the items are, after receiving the items are transferred to dash. Items are transferred to dash. ക്ലീനിങ് ഏരിയ. റിസീവ് ചെയ്തിട്ട് നെക്സ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്ലീനിങ് ഏരിയയില്. സെക്കൻഡ് ആണ് റിസീവിംഗ് ഏരിയ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ക്ലീനിങ് ഏരിയയിലേക്കാണ്. ആഫ്റ്റർ റിസീവിംഗ് ദ items are transferred to cleaning area. നെക്സ്റ്റ് ഷാരോൺ പറയണോ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിന്റഡ് നോട്ട് കയ്യിലുണ്ടല്ലോ എല്ലാവർക്കും. അപ്പൊ ജസ്റ്റ് അതിനകത്ത് ഒന്ന് നോക്കിയോട്ടാ, നിങ്ങളപ്പോ അത്രയും വായിക്കുമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. After the tools are washed and dried, DRIED, dried. It is, after the tools are washed and dried, it is transferred to dash area. Transferred to dash area. ഏരിയയിലേക്കാ ഷാരോൺ? ട്രൈ ചെയ്തിട്ട് നെക്സ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏത് ഏരിയയിലേക്കാ?
Sterilize. നെക്സ്റ്റ് നോക്കിയേ, വാഷ് ചെയ്തു, ഫസ്റ്റ് റിസീവിംഗ് ഏരിയയിൽ റിസീവ് ചെയ്തു, പിന്നെ അത് ജസ്റ്റ് ഒന്നിന് മാനുവലിയോ അല്ലെങ്കിൽ മെഷീൻസിന്റെ ഹെൽപ്പോട് കൂടി അതൊന്ന് ക്ലീൻ ചെയ്തു. പിന്നെ നെക്സ്റ്റ് അടുത്ത ഏരിയ ഏത് ഏരിയയിലേക്കാ പോകുന്നത്? ആഫ്റ്റർ ദ ടൂൾസ് ആർ വാഷ്ഡ് ആൻഡ് ദേ ഡ്രൈഡ് in an oven dryer and transferred to സ്റ്റോറേജ് ഏരിയയിലേക്കാണോ എന്നാണ് നോക്കിയേ. ക്ലീനിങ് ഏരിയ എന്നുള്ളതിന്റെ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് നോക്കിയേ. ലാസ്റ്റ് സെന്റൻസ് Packing area. ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് നെക്സ്റ്റ് അത് കൊണ്ടുപോകുന്നത് ഏത്? പാക്കിംഗ് ഏരിയയിലേക്കാണ്. എഴുതാം, ആൻസർ എഴുതാം, പാക്കിംഗ് ഏരിയ. ഓപ്ഷൻസ് തരും: സ്റ്റെറിലൈസിംഗ് ഏരിയ, പാക്കിംഗ് ഏരിയ, സ്റ്റോറേജ് ഏരിയ, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അത് ഓർഡർ അനുസരിച്ച് തന്നെ പഠിക്കാം. ക്ലീൻ ചെയ്തു, ഡ്രൈ ചെയ്തു, നെക്സ്റ്റ് അത് പോകുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്നത് പാക്കിംഗ് ഏരിയയിലേക്കാണ്. പാക്കിംഗ് ഏരിയ, പാക്കിംഗ് ഏരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. നവമി ആൻസർ പറഞ്ഞോട്ടോ. Which machine is used for cleaning? Which machine is used for cleaning surgical tools? Which machine is used for cleaning surgical tools? Ultrasonic washer. Okay, very good. Ultrasonic washer. ഇന്നല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു മാനുവലി ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ മെഷീൻസ് യൂസ് ചെയ്യാം. അവിടെ യൂസ് ചെയ്യുന്നത് അൾട്രാസോണിക് വാഷർ ആണ്. അൾട്രാസോണിക് വാഷർ ഈസ് എ മെഷീൻ which is used for cleaning surgical tools. Okay. Next question. ജാസ്മിൻ നോക്കിയോട്ടോ, എല്ലാവരും നോക്കിക്കോ. ഓരോരുത്തരോട് ഞാൻ പറയാം, ചോദിക്കാം. അപ്പൊ എല്ലാവർക്കും പറയാനൊരു ചാൻസ് കിട്ടുമല്ലോ. എല്ലാവരും കണ്ടുപിടിച്ചോളാം കേട്ടോ ആൻസർ. ഇൻ അൾട്രാസോണിക് വാഷർ മെഷീൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ അൾട്രാസോണിക് വാഷർ മെഷീൻ, turns high frequency sound waves into dash. Mechanical vibration. Okay, very good. It turns high frequency sound waves into mechanical vibrations. അപ്പൊ മെക്കാനിക്കൽ വൈബ്രേഷൻസ് ഉണ്ടാവും. ആ വൈബ്രേഷൻസ് ഉണ്ടായി കഴിയുമ്പോൾ അവിടെ ചെറിയ ബബിൾസ് ഉണ്ടാവും അല്ലെ. ആ ബബിൾസ് ആ സർഫസിൽ, ആ ഇൻസ്ട്രുമെന്റ്സിന്റെ സർഫസിൽ നിന്ന് ടച്ച് ചെയ്യുമ്പോഴാണ് ആ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ, വേസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സുമിത്ര നോക്കിയോ. പ്ലാസ്റ്റിക് ബാഗ്സ്. പിന്നെ അടുത്ത് നമ്മൾ പറഞ്ഞ പാക്കിംഗ് ഏരിയയിലാണ്. പാക്കിംഗ് ഏരിയയുടെ ഇതാ പറഞ്ഞത് എങ്ങനെയാണ്? ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത്സ്, പേപ്പർ എൻവലപ്പ് ആൻഡ് ആർ ഓൾസോ അവൈലബിൾ. Then plastic bags used for ETO sterilization. The packs are labeled
indicate the date of sterilization. Sterilization ചെയ്ത ഡേറ്റ് എന്താണ്, എക്സ്പയറി ഡേറ്റ് എന്തൊക്കെയാണുള്ളത്, അത് ലേബൽ ചെയ്യും. എന്നാണ് അതിന് പാക്കിംഗ് ഏരിയയില്. Packing and sealing instruments are transferred to for sterilization. Sterilization pack ചെയ്തതിനു ശേഷം ഇൻസ്ട്രുമെന്റ്സ് ട്രാൻസ്ഫർ ചെയ്യും. അത്രയാണ് പാക്കിംഗ് ഏരിയയിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലാസ്റ്റിക് ബാഗ്സ് are used for plastic bags are used for dash sterilization. Plastic bags are used for dash sterilization. ഏത് സ്റ്റെറിലൈസേഷനിലാ പ്ലാസ്റ്റിക് ബാഗ് യൂസ് ചെയ്യുന്നത്? ഏതിലാണ് പ്ലാസ്റ്റിക് ബാഗ് യൂസ് ചെയ്യുന്നത്? സ്റ്റീം സ്റ്റെറിലൈസേഷനിൽ പ്ലാസ്റ്റിക് ബാഗ് യൂസ് ചെയ്യാൻ പറ്റുമോ? ETO, ethylene oxide emission, ETO, chemical gas sterilization. അതാണ് ഈ പ്ലാസ്റ്റിക് ബാഗ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഓപ്ഷൻ നോക്ക്, ETO എന്നാണെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഓപ്ഷൻസിൽ നമ്മുടെ സ്റ്റീം സ്റ്റെറിലൈസേഷൻ, കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ അങ്ങനെയാണെങ്കിൽ എഴുതാം കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ എന്ന് എഴുതാം. ഓപ്ഷൻ നോക്കി എഴുതാം അതിന്റെ ആൻസർ. Plastic bags are used for ETO sterilization. ഇനി ETO sterilization അല്ല, കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ അങ്ങനെ എഴുതുക, കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ. Next question. After packing and sealing, instruments are after packing and sealing, the instruments are transferred, TRANSFERRED, transferred for dash. After packing and sealing, the instruments are transferred for dash. Sterilization. Okay, sterilization. Very good. Sumitra le parnada. Sterilization. Next teacher range hoyadani. Okay. After എല്ലാവരും കണ്ടുപിടിച്ചോട്ടെ ആൻസർ. After packing and sealing, the instruments are transferred for sterilization. പാക്ക് ചെയ്തു, സീൽ ചെയ്തു, ഇൻസ്ട്രുമെന്റ്സ് നെക്സ്റ്റ് സ്റ്റെറിലൈസേഷനിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഈ സ്റ്റെറിലൈസേഷൻ ഏരിയയിൽ നമ്മൾ രണ്ട് മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു രണ്ട് മെത്തേഡ്? ഫിസിക്കൽ മെത്തേഡും ഉണ്ട്, കെമിക്കൽ മെത്തേഡും ഉണ്ട്. സ്റ്റെറിലൈസേഷന്റെ മെത്തേഡ്സ് രണ്ട് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. സ്റ്റെറിലൈസേഷൻ ക്യാൻ ബി ഡൺ ഐദർ ഓഫ് ടു മെത്തേഡ്സ് ഇൻ CSST. ഫിസിക്കൽ മെത്തേഡും ഉണ്ട്, കെമിക്കൽ മെത്തേഡും ഉണ്ട്. അതിൽ ഫിസിക്കൽ മെത്തേഡിലാണ് ഓട്ടോക്ലേവും ഫ്ലാഷ് സ്റ്റെറിലൈസറും വരുന്നത്. ഓട്ടോക്ലേവും ഫ്ലാഷ് സ്റ്റെറിലൈസറും ഫിസിക്കൽ മെത്തേഡിലാണ്. സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് രണ്ടിലും. പിന്നെ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ, ഇതിൽ കെമിക്കൽ സ്റ്റെറിലൈസേഷനിലാണ് ETO മെഷീനും കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ വരുന്നത്. ഫിസിക്കൽ മെത്തേഡും കെമിക്കൽ മെത്തേഡും ഓട്ടോക്ലേവും ഫ്ലാഷ് സ്റ്റെറിലൈസറും ഏതാണ്? ഫിസിക്കൽ മെത്തേഡിൽ വരുന്നതാണ്. ഫിസിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ്. ഈ എഥിലീൻ ഓക്സൈഡ് മെഷീൻ ആണ് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷനിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Dash is the most affordable, AFFORDABLE
DABLE. കോസ്റ്റ് ഫ്രണ്ട്ലി, അതാണ് അഫോർഡബിൾ എന്ന് പറഞ്ഞതിന്റെ മീനിങ്. കോസ്റ്റ് ഫ്രണ്ട്ലി. Dash is the most affordable method of sterilization. Dash is the most affordable method of sterilization. ഏതാ ഏറ്റവും കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെത്തേഡ് ഏതാ? ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവ്, അതുപോലെ ഓട്ടോക്ലേവ്, സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് ഓട്ടോക്ലേവ്. പിന്നെ അതിനകത്ത് ഓട്ടോക്ലേവ് പ്രൊസീജിയർ സ്റ്റീം അണ്ടർ ടെമ്പറേച്ചർ എത്ര ഡിഗ്രിയാ ടെമ്പറേച്ചർ ഒക്കെ നോക്കിയേ? 121 ഡിഗ്രി സെന്റിഗ്രേഡ് 15 pounds ഓഫ് പ്രഷറിലാണ്. എത്ര ടൈം വേണം അവിടെ ഓട്ടോക്ലേവില്? 20 minutes. Okay, 20 minutes is needed. നെക്സ്റ്റ് നമ്മുടെ ETO കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ്. ഇറ്റ്സ് അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. Which of the following sterilization method is സ്പീഡ് കൂടുന്നുണ്ടോ? നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്നില്ലേ? പറ്റുന്നു ടീച്ചർ. Okay. Which of the following sterilization method is used for heat responsive? Which of the following sterilization method is used for heat responsive and moisture responsive materials? Which of the following sterilization method is used for heat responsive and moisture responsive material? ഏത് സ്റ്റെറിലൈസേഷൻ മെത്തേഡാ? എത്തിലീൻ ഓക്സൈഡ്. എതിരിൽ ഓക്സൈഡ് മെഷീനിലാണെങ്കിൽ അത് എഴുതാം ഓപ്ഷൻസിൽ. കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ അങ്ങനെ എഴുതണം കേട്ടോ. കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ, ഫിസിക്കൽ മെത്തേഡ് അങ്ങനെ ആണ് ഓപ്ഷൻ എങ്കിൽ അതവിടെ നമ്മൾ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ എഴുതുക. ഇനി ഓപ്ഷൻസിൽ ETO മെഷീനിലാണെങ്കിൽ അതെടുത്ത് എഴുതിയാൽ മതി. ഏത് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ് ചോദിച്ചേക്കുന്നത്? ഹീറ്റ് റെസ്പോൺസീവ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ മോയ്സ്ചർ റെസ്പോൺസീവ് ആയിട്ടുള്ള മെറ്റീരിയൽ സ്റ്റെറിലൈസ് ചെയ്യാൻ ഏത് മെത്തേഡ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യണതെന്ന് വെച്ചാൽ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ് അത് നടത്തുന്നത്. കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ. ഇനി ബ്രാക്കറ്റിൽ ETO മെഷീനിലാണെങ്കിൽ അത് അങ്ങനെ എഴുതിയാൽ മതി. ഓപ്ഷൻ നോക്കി എഴുതാം. നമ്മൾ പറഞ്ഞു കാർഡിയാക് കത്തീറ്റർ, പ്ലാസ്റ്റിക് ഐറ്റംസ്, ലാപ്രോസ്കോപ്പ്, ഇതൊക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റീം സ്റ്റെറിലൈസേഷൻ അവിടെ പറ്റില്ല. അല്ലെങ്കിൽ ഫിസിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റില്ല. പ്ലാസ്റ്റിക് ഐറ്റംസ് അല്ലേ, ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചീത്തയായി പോകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഹീറ്റ് റെസ്പോൺസീവ് ആയിട്ടുള്ള കാർഡിയാക് കത്തീറ്റർ, പ്ലാസ്റ്റിക് ഐറ്റംസ്, ലാപ്രോസ്കോപ്പ്, ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നത് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ വഴിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ അടുത്തത് ഫ്ലാഷ് സ്റ്റെറിലൈസർ ആണ് പറഞ്ഞത്. ഓപ്പറേഷൻ തിയേറ്റർ ഫോർ എമർജൻസി പർപ്പസിൽ ഫ്ലാഷ് സ്റ്റെറിലൈസർ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ദിസ് മെഷീൻ ഈസ് ലാർജ്ലി യൂസ്ഡ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ഫോർ എമർജൻസി പർപ്പസ്. അപ്പൊ അവിടെ ചോദിക്കാം ഏത് മെഷീനാ യൂസ് ചെയ്യണേന്ന് ചോദിക്കാം.
ഫ്ലാഷ് സ്റ്റെറിലൈസർ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ആഫ്റ്റർ സ്റ്റെറിലൈസേഷൻ the items are after sterilization the items are after sterilization the items are transferred to dash. After sterilization, the items are transferred to dash. ഷാരോണ് കിട്ടിയ ആൻസർ കിട്ടിയോ? സ്റ്റെറിലൈസേഷൻ നടത്തി ഐറ്റംസ് നെക്സ്റ്റ് എങ്ങോട്ടാ ട്രാൻസ്ഫർ ചെയ്യുന്ന ഏത് ഏരിയയിലേക്കാ ഷാരോൺ? സ്റ്റോറേജ് ഏരിയ. ഓക്കെ, വെരി ഗുഡ്. സ്റ്റോറേജ് ഏരിയ. സ്റ്റെറിലൈസേഷൻ നടത്തിയിട്ട് നെക്സ്റ്റ് അത് സ്റ്റോറേജ് ഏരിയയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. Storage area. After sterilization, the items are transferred to storage area. എല്ലാവർക്കും കിട്ടിയില്ല ആൻസർ? Yes, teacher. Okay. Next question. Dash is the principle. Dash is the principle. To follow. Dash is the principle to follow in the replacement of sterile material. Replacement of sterile material. നവമിക്ക് കിട്ടിയ ആൻസർ കിട്ടിയോ? ഏതാ പ്രിൻസിപ്പിൾ അവിടെ ഫോളോ ചെയ്യുന്നത് റീപ്ലേസ്മെന്റ് നടത്തുന്നതിന്? FIFO. ഫസ്റ്റ് ഔട്ട്. FIFO ആണ്. FIFO. FIFO. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അവിടെ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. എക്സ്പാൻഡ് FIFO. 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 First in, first out. പിന്നെ അതിനകത്ത് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ ആണ് വരുന്നത്. നെക്സ്റ്റ് സ്റ്റോറേജ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലേക്ക് വരും. പിന്നെ അടുത്ത നമ്മൾ നോക്കിയത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഏതൊക്കെയായിരുന്നു 3 തരത്തിലുള്ള ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞത്? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. 3 നോക്കാം. അപ്പൊ മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്തിനാ? ഡിസ്പ്ലേയിങ് ദ റെക്കോർഡഡ് ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് പ്രഷർ ത്രൂ ഔട്ട് ദ ടൈം ഓഫ് സ്റ്റെറിലൈസേഷൻ സൈക്കിൾ. അവിടെ ഏത് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യണമെന്ന് ചോദിക്കാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡിക്കേറ്റർ ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ദ ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് പ്രഷർ ത്രൂ ഔട്ട് ദ ടൈം ഓഫ് ദ സ്റ്റെറിലൈസേഷൻ സൈക്കിൾ? അവിടെ അപ്പൊ ഏതാ? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. കെമിക്കൽ ഇൻഡിക്കേറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആർ ഡിസൈൻഡ് ടു റിയാക്ട് ടു a physical condition inside the sterilization. അത് 3 ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ ചോദിക്കാം കേട്ടോ. കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് എന്തിനുമായിട്ട്? ഡിസൈൻ ടു റിയാക്ട് ദ ഫിസിക്കൽ കണ്ടീഷൻ ഇൻസൈഡ് ദ സ്റ്റെറിലൈസേഷൻ ചേമ്പറിൽ ഫിസിക്കൽ കണ്ടീഷനോട് പ്രതികരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ അടുത്ത ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഈസ് ഓൾസോ നോൺ ആസ് എന്നറിയപ്പെടുന്നത്. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഈസ് ഓൾസോ നോൺ ആസ് Name of the notification. Bio indicators. Indicators is also known as bio indicators എന്നറിയപ്പെടുന്നു. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടോ?
തന്ന ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും എഴുതിയ സമയം കളയണ്ടല്ലോ. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിലേറ്റഡ് ടു ഓട്ടോക്ലേവ്? പറയാം ഓപ്ഷൻസ്: ടെമ്പറേച്ചർ എബോവ് 100 ഡിഗ്രി, ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്, ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ്, നൺ ഓഫ് ദ എബോവ്. ഏതാ ഓട്ടോക്ലേവ് ആയിട്ട് കറക്റ്റ് ആയത്? എഴുതണ്ട, നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, മോക്ക് ടെസ്റ്റിൽ ഇത് തന്നിട്ടുള്ളതാണ്. ഏതാ ഓട്ടോക്ലേവിന്റെ പ്രിൻസിപ്പിള്? ടീച്ചർ ഓപ്ഷൻസ് ഒന്നുകൂടെ ഓപ്ഷൻസ് ഒന്നുകൂടെ പറയണോ? ഓക്കെ, ഓപ്ഷൻസ് പറയാം. ടെമ്പറേച്ചർ എബോവ് 100 ഡിഗ്രി സെൽഷ്യസ്, ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്, സി ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ്, ഡി നൺ ഓഫ് ദ എബോവ്. ഇതിനകത്ത് ഓട്ടോക്ലേവിന്റെ പ്രിൻസിപ്പിൾ ഏതായിരുന്നു? എബോവ് 100 ഡിഗ്രി സെൽഷ്യസ്. എബോവ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ഓട്ടോക്ലേവ് പ്രിൻസിപ്പിൾ. ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ്, അവിടെ സ്റ്റീം സ്റ്റെറിലൈസേഷൻ അല്ലേ. ടെമ്പറേച്ചർ എബോവ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് മോക്ക് ടെസ്റ്റിൽ ഇട്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അതുകൊണ്ട് എഴുതിയെടുക്കണ്ട. പിന്നെ ഫിഫോ അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇത് മൂന്നെണ്ണത്തിന് ഇത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Which indicator is used in displaying the recorded time, temperature, humidity, and the pressure throughout the time of the sterilization cycle? An indicator, chemical indicator, biological indicator, mechanical indicator, none of the above. ഏതാ? ഫസ്റ്റ് കേട്ടില്ലേ? ഇല്ല മിസ്, ഒന്നും കൂടെ പറയാമോ? എഴുതിയെടുക്കണ്ട കേട്ടോ, ഇത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൽ ഇട്ട ക്വസ്റ്റ്യൻ ആണ്, ഇനി അത് എഴുതണ്ട. വിച്ച് ഇൻഡിക്കേറ്റർ ഈസ് യൂസ്ഡ് ഇൻ ഡിസ്പ്ലേയിങ് റെക്കോർഡഡ് ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് പ്രഷർ ത്രൂ ഔട്ട് ദ ടൈം ഓഫ് ദ സ്റ്റെറിലൈസേഷൻ സൈക്കിൾ? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് തന്നതാണ്, പിന്നെ അത് പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല. പിന്നെ അടുത്ത ഇത് ഞാൻ ഓരോന്നും ഞാൻ ഇനി എടുത്ത് തരുന്നില്ല, ഇത് ഇമ്പോർട്ടന്റ് ആണ്. CSSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ചർ, റിക്വസിഷൻ സിസ്റ്റം, ഗ്രോസറി സിസ്റ്റം, വാട്ടർ സിസ്റ്റം. ഇതിനകത്ത് ഇങ്ങനെ ചോദിക്കുന്നത് ഇൻ വിച്ച് ഓഫ് ദ തന്നിട്ടുണ്ട് കേട്ടോ, ക്വസ്റ്റ്യൻ എഴുതണ്ട. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം needed in which of the following distribution system is needed? Articles are demanded by the users on a daily or regular basis and gathered by the at a CSSD counter. ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് ഇത് വരുന്നത്? റിക്വസിഷൻ സിസ്റ്റം. റിക്വസിഷൻ സിസ്റ്റം. അതുപോലെ ഓരോന്നും ചോദിക്കാം കേട്ടോ. In which of the following distribution system a sterilized article is provided at the CSSD issue counter in the exchange for a used one at any time? ഏതാണ്? ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ചർ. അത് ഇനി ഞാൻ പ്രത്യേകിച്ച് ഇനി തരുന്നില്ല. പിന്നെ അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ് ആണ്. അതിനകത്ത് ഏതൊക്കെയാണ് ആ പോയിന്റ്സുകളൊന്ന് നോക്കാം കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിന് ഏതൊക്കെയാണ് മൂലപരമായിട്ടുള്ള പരിഷ്കാരങ്ങള്, നിരീക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്? Decontaminating, terminally sterilizing and cleaning all the usable item for the disposable item. Disposable item നിന്ന് reusable items എടുക്കാം. പിന്നെ അടുത്തത് പാക്കിംഗ് ആൻഡ് ലേബലിംഗ് ഓഫ് ഐറ്റംസ്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഓഫ് ദ സ്റ്റെറിലൈസർ, ഓപ്പറേറ്റിംഗ് the sterilizer, displaying and keeping records of each cycle, adhering to safety measures and preventive maintenance protocol, storing of sterilized item, handling sterilized name ready for user, making sterile, transfer to the sterile field. അത് ഇപ്പൊ അത് പറയുന്നില്ല, അത് അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിൽ വരുന്നതാണ്. ഇതിനകത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻ വേണമെങ്കിൽ അതിന്റെ അവിടെ ഒന്ന് എഴുതി വെച്ചോ.
which of the following is included? Which of the following is included? Which of the following is included in administrative monitoring? Which of the following is included in administrative monitoring? Which of the following is included in administrative monitoring? അതിനകത്ത് അപ്പൊ അത് ഏതൊക്കെയാണ് ആ പോയിന്റ്സുകൾ നോക്കാം. ഇനി ലാസ്റ്റ് വരുന്നത് ജോബ് റെസ്പോൺസിബിലിറ്റി ആണ്. ഇതുപോലെ തന്നെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം കേട്ടോ. അവിടെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ. ഇനി അത് ഞാൻ ഇനി ഓപ്ഷൻ ഇട്ട് തരുന്നില്ല, വെറുതെ കളയണ്ടല്ലോ. അവിടെ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെച്ചോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് is the job responsibilities? Which of the following is the job responsibilities of a? Which of the following is the job responsibilities of a CSSD manager? CSSD മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ തിരിച്ചും ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ CSSD മാനേജർ എന്നും ചോദിക്കാം, അല്ലെങ്കിൽ നോട്ട് ദ ജോബ് റെസ്പോൺസിബിലിറ്റി എന്നാണ് ചോദിക്കാം. അപ്പൊ ജോബ് റെസ്പോൺസിബിലിറ്റീസ് പഠിച്ചു വെക്കുക. അപ്പൊ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത് ഏതാണ്, അല്ലെങ്കിൽ നോട്ട് ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്നുള്ളത് ചോദിക്കാം. നോട്ട് ദ ജോബ് റെസ്പോൺസിബിലിറ്റിയും ചോദിക്കാം, അല്ലെങ്കിൽ ജോബ് റെസ്പോൺസിബിലിറ്റി ആയിട്ടാണെങ്കിലും ചോദിക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ ആ ചാപ്റ്റർ. ഒരുവിധം ആ ചാപ്റ്ററിന് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, നമ്മൾ ഒരുവിധമൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ ഇന്ന് തന്നെ നോക്കണം കേട്ടോ, ഇന്ന് തന്നെ വായിക്കാം. ഏകദേശം നമ്മൾ എല്ലാ ഏരിയയും ഒന്ന് ടച്ച് ചെയ്തു, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്തുള്ളതെന്നൊക്കെ അറിയാം. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ 21 ആണ്. ഇനി അടുത്തത് നമുക്ക് റേഡിയോളജി ആണ്. ഓർക്കണ്ടോ, ഇത് മറന്നുപോയോ? ഓർക്കണ്ടോ റേഡിയോളജി? 10 മിനിറ്റ് ഉണ്ടല്ലോ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിന്റെ ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തന്നായിരുന്നോ? റേഡിയോളജിയുടെ ലാസ്റ്റ് ഞാൻ തന്നായിരുന്നു നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ. നോക്കിയെന്ന് നിങ്ങളുടെ നോട്ട് നോക്കി അറിയാലോ, ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം. റേഡിയോളജിയുടെ തന്നില്ല അല്ലെ? പിന്നെ ഏത് മുതലാണ് നമ്മൾ എഴുതിപ്പോയത്? കുറച്ച് ചാപ്റ്റർ കഴിഞ്ഞിട്ട് നമ്മൾ എഴുതിയല്ലോ. നെക്സ്റ്റ് ഡയറ്ററി സർവീസിന്റെ എഴുതിയായിരുന്നോ? ഡയാലിസിസ് മുതലാന്ന് തോന്നുന്നു എഴുതിയത്. ഇല്ല ടീച്ചർ, റേഡിയോളജിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നായിരുന്നു. കുറച്ച് തന്നായിരുന്നു അല്ലെ? ജസ്റ്റ് നമുക്ക് നോക്കാം മോളെ. നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഹോസ്പിറ്റലിൽ ഒരു എസെൻഷ്യൽ പാർട്ടാണ്. നമുക്കിപ്പോ ഡോക്ടേഴ്സിനെ ഇപ്പോ
എന്താ പറയാ കറക്റ്റ് ട്രീറ്റ്മെന്റ് ഡിസീസ് ഡയഗ്നോസ് ചെയ്ത് കറക്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കണമെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഇപ്പൊ നമ്മൾ കൈയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീണ് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും നമ്മളോട് എക്സ്റേ എടുക്കാൻ പറയും അല്ലെ. അപ്പൊ എക്സ്റേ എടുത്ത് അതിനകത്ത് നോക്കി കഴിയുമ്പോൾ ഡോക്ടറിന് കറക്റ്റ് ആയിട്ട് എവിടെയാണ് സ്ക്രാച്ച് ഉണ്ടോ അല്ലെങ്കിൽ ബോൺസിന് പൊട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ഇപ്പൊ വയറുവേദനയായിട്ട് ചെന്നാലും സ്കാൻ ചെയ്യാൻ പറയും. അപ്പൊ അതിനകത്ത് ഇന്റേണൽ ഓർഗൻസിന് എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഡോക്ടേഴ്സിന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഹെൽപ്പ് വേണം അല്ലെ. അല്ലെങ്കിൽ ഉള്ളിലുള്ള കാര്യങ്ങൾ ഡോക്ടറിന് നോക്കാൻ പറ്റില്ലല്ലോ, പുറമേ ഉള്ളത് മാത്രമാണ് നോക്കി അതിന്റെ എന്താണ് ഡിസീസ് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഉള്ളിലുള്ള കാര്യങ്ങൾ നോക്കണമെങ്കിൽ എന്തായാലും റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വേണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി എന്ന് പറയുന്നത്. അതിനകത്ത് ഇമേജിംഗ് കമ്പോസേഴ്സ് ഓഫ് ദ ഫോളോയിങ് പല ടൈപ്പ് ഓഫ് ഇമേജിംഗ് ടെക്നോളജീസ് ആണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? പല ടൈപ്പ് ഇമേജിംഗ് ടെക്നോളജീസ്. എക്സ്റേ പറഞ്ഞു, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI. 4 ഇമേജിംഗ് ടെക്നോളജി ആണ് അതിനകത്ത് പറഞ്ഞത്. അപ്പൊ നോക്കാം, നമുക്ക് 2 ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഈ ചാപ്റ്റർ വായിച്ചില്ലായിരുന്നല്ലേ? അടുത്ത ദിവസം നിങ്ങൾ ഈ ചാപ്റ്ററും ഒന്ന് വായിക്കാം. നെക്സ്റ്റ് ഇനി എന്നാ മൺഡേ ഉണ്ടോ നിങ്ങൾക്ക്? തേഴ്സ്ഡേ ഫ്രൈഡേ ഇനി ഈ ദിവസം വരുന്നേ മൺഡേ ആണെന്ന് തോന്നുന്നു. അറിയില്ല അല്ലെ, ഞാൻ പറയാം ഒരു മിനിറ്റ്. മൺഡേ നിങ്ങൾക്ക് ഇനി HA3 വരുന്നത് ട്യൂസ്ഡേ ആണ് അല്ലെ. ട്യൂസ്ഡേക്ക് അപ്പൊ ഈ റേഡിയോളജി തൊട്ടടുത്തുള്ള ചാപ്റ്റർ ഏതാ? ഡയറ്ററി സർവീസ് അല്ലേ. നെക്സ്റ്റ് ചാപ്റ്റർ റേഡിയോളജി കഴിഞ്ഞിട്ട് ഡയറ്ററി സർവീസും ഈ 2 ചാപ്റ്ററും ഒന്ന് നോക്കിക്കൊണ്ട് വന്നാട്ടാ. അപ്പൊ നമുക്ക് നിങ്ങളൊന്ന് വായിച്ചിട്ട് വരുമ്പോ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാവും. ക്വസ്റ്റ്യൻ നിങ്ങൾക്കും ആൻസർ ഒക്കെ കണ്ടുപിടിക്കാനും നമുക്ക് കുറച്ചും കൂടി ഒരു എളുപ്പമാക്കും. അപ്പൊ 2 ചാപ്റ്റർ വീതം നോക്കിപ്പോ നമുക്ക് മാക്സിമം പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് എഴുതാലോ. 1-2 ക്വസ്റ്റ്യൻ എഴുതിപ്പോ 5 മിനിറ്റും കൂടി ഉണ്ടല്ലോ. Which of the following എന്നതാ 4 ടെക്നോളജീസ് ഇമേജിംഗ് ടെക്നോളജീസും നിങ്ങൾ നോക്കണം കേട്ടോ. Which of the following technology is used to Which of the following technology is used to observe bones? Which of the following technology is used to observe bones? Bones, particularly bones in the bones ഇമേജ് ഒക്കെ നോക്കാനായിട്ട് ഏത് ഇമേജിംഗ് ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നേ? ഏത് ഇമേജിംഗ് ടെക്നോളജി യൂസ് ചെയ്യുന്നേ? എക്സ്റേ ആണ്. ബോൺസിനൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എക്സ്റേ ആണ് പറയുന്നത്. നോക്കിയേ എക്സ്റേയുടെ നോക്കിയേ. എക്സ്റേ ഈസ് എ റാപ്പിഡ് പെയിൻ ഫ്രീ. വേദന എടുക്കോ എക്സ്റേ എടുക്കുമ്പോ? വേദന എടുക്കോ? റാപ്പിഡ് പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ്. ഒരു ജസ്റ്റ് ലൈറ്റ് മാത്രം നമ്മുടെ ബോഡി കൂടെ ഇങ്ങനെ കടന്നു പോകുന്നല്ലാതെ വേറെ വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല. റാപ്പിഡ് പെയിൻ ഫ്രീ പ്രൊസീജിയർ ദാറ്റ് ഈസ് ഡൺ ടു ക്രിയേറ്റ് ഇമേജ് ഓഫ് ദ സ്ട്രക്ചേഴ്സ് വിത്തിൻ ദ ബോഡി, പർട്ടിക്കുലർലി ദ ബോൺസ്. അപ്പൊ ബോൺസിന്റെ കാര്യത്തില് ബോൺസ് ഒബ്സർവ് ചെയ്യാനായിട്ട് എക്സ്റേ ആണ്. എക്സ്റേ എന്ന് പറയുന്ന ഇമേജിംഗ് ടെക്നോളജി ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ.
നിങ്ങൾക്ക് തരാത്ത ക്വസ്റ്റ്യൻസ് തന്നാൽ മതിയോ? മതിയല്ലോ. നിങ്ങളുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. അപ്പൊ ഇടാത്ത ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം, അത് മാത്രം എഴുതിയിട്ടാലും മതി. ഇത് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. Which of the following which imaging technology is used to observe fetus? Fetus ഫോണൊക്കെ ഒബ്സർവ് ചെയ്യാനായിട്ട് ഏത് ഇമേജിംഗ് ടെക്നോളജി യൂസ് ചെയ്യുന്നത്? നിങ്ങൾ എഴുതിയിട്ടുള്ളതാണ്. അൾട്രാസൗണ്ട് ആണ്. അൾട്രാസൗണ്ട് വളരെ സേഫ് ആണ്, ഒരു റേഡിയേഷൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സ് ഭ്രൂണത്തെയൊക്കെ നമ്മൾ പ്രഗ്നന്റ് ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ഓരോ ആദ്യം തന്നെ അറിയുമ്പോൾ തന്നെ സ്കാനിങ് ഉണ്ട്, പിന്നെ 5 മാസത്തിലുണ്ട്, 7 മാസത്തിലുണ്ട്, അങ്ങനെ പിന്നെ കുറെ സ്കാനിങ് വരുന്നുണ്ടല്ലോ ഡെലിവറി വരെ, ആ ടൈം വരേക്കും. അപ്പൊ അങ്ങനെ ഫീച്ചേഴ്സ് ഒക്കെ ഒബ്സർവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇമേജിംഗ് ടെക്നോളജി അൾട്രാസൗണ്ട് ആണ്. ഏറ്റവും സേഫസ്റ്റ് ആണ്. വേറെ കുട്ടിക്കൊന്നും അതുകൊണ്ട് വേറെ ദോഷമൊന്നും ഉണ്ടാവുന്നില്ല. ഇത് അൾട്രാസൗണ്ട് ആണ് കേട്ടോ, അൾട്രാസൗണ്ട്. പിന്നെ അടുത്തത് നെക്സ്റ്റ് മൂന്നാമത്തെ CT സ്കാൻ ആണ്. എക്സ്പാൻഡ് CT. ഇത് CT കമ്പ്യൂട്ടർ ടോമോഗ്രഫി. ഓക്കെ, കമ്പ്യൂട്ടർ ടോമോഗ്രഫി നോട്ട് ചെയ്തോ. എക്സ്പാൻഡ് CT. കമ്പ്യൂട്ടേർഡ് COMPUTED കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ ആണ് CT സ്കാൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എക്സ്പാൻഡ് CT സ്കാൻ. ഓപ്ഷൻസ് ഒന്ന് കേട്ടെ. കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ, കോമ്പൗണ്ടഡ് ടോമോഗ്രഫി സ്കാൻ, കംപ്ലീറ്റ് ടോമോഗ്രഫി സ്കാൻ, ക്രോസ് സെക്ഷൻ ടോമോഗ്രഫി സ്കാൻ. ഉണ്ടോ? കറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓപ്ഷൻസ് നോക്കേണ്ട ആവശ്യമില്ല. കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ. ഓക്കെ, CT സ്കാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കുക. ഇൻ MRI സ്കാൻ, ഡാഷ് ഈസ്. ഇത് നിങ്ങൾക്ക് തന്നിട്ടില്ല കേട്ടോ ഈ ക്വസ്റ്റ്യൻ, ഞാൻ അതും കൂടി വെച്ചത് നോക്കിയിട്ടാണ് തരുന്നത്. In MRI scan, dash is used to view structure. In MRI scan, dash is used to view structure. നോക്കിയേ, MRI എന്ന് വായിച്ചു നോക്കിയേ. റേഡിയോ വേവ്സ്. റേഡിയോ വേവ്സ്. Strong magnetic field or under radio waves. Strong magnetic field and radio waves. Strong magnetic field എന്നാണ് ഓപ്ഷൻസിൽ അങ്ങനെ എഴുതുക. അല്ലെങ്കിൽ റേഡിയോ വേവ്സ് മാത്രമുള്ളെങ്കിൽ അത് എഴുതുക, രണ്ടും കൂടി ആണെങ്കിൽ അത് എഴുതുക. ഓക്കെ, അതിനകത്ത് അത് 4 നമ്മൾ പറഞ്ഞു. എക്സ്റേ ഉണ്ട്, അൾട്രാസൗണ്ട് ഉണ്ട്, CT സ്കാൻ ഉണ്ട്, MRI സ്കാൻ ഉണ്ട്. ഇമേജിംഗ് ടെക്നോളജീസ് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജി വർക്ക്. റേഡിയോളജി വർക്കിനെ ക്ലാസിഫൈ ചെയ്തിട്ട് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? 3 ആയിട്ട്. ഏതൊക്കെയാണ്? ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി, റേഡിയേഷൻ ആയിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചോദിക്കാം, റേഡിയോളജിക്കൽ വർക്ക് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡാഷ് ഏരിയാസ്. എത്രയായിട്ടാണ്? 3 ഡിഫറെന്റ് ഏരിയാസ് ആയിട്ട് റേഡിയോളജിക്കൽ വർക്ക് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറഞ്ഞാൽ ഡയഗ്നോസ് ചെയ്യാനായിട്ട് റേഡിയോളജിസ്റ്റ് എംപ്ലോയീസ് ഇമേജിംഗ് ടെക്നിക് ലൈക്ക് എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ ആൻഡ് MRI സ്കാൻ ടു ഐഡന്റിഫൈ ദ ഡിസോർഡർ ടു ഓഫ് ദ ബോഡി. ബോഡിയിലുള്ള ഡിസോർഡർ അവര് ഇത് ഈ ടെക്നിക്സ് ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ഐഡന്റിഫൈ ചെയ്യുന്നു. രണ്ടാമത്തെയാണ് ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്നത്. ഇന്റർവെൻഷണൽ റേഡിയോളജി എന്തിനാണ്? focus on using minimally invasive interventional technique, non-surgical treatment to diagnose and treat the patients. അതിനകത്ത് ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കണം കേട്ടോ.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഇന്റർവെൻഷണൽ റേഡിയോളജി. ഓക്കെ, അപ്പൊ ബാക്കിയിട്ട് നമുക്ക് ഇപ്പൊ സമയം കഴിഞ്ഞല്ലോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എഴുതാം അവിടെ തുടങ്ങിയുള്ളത്. അപ്പൊ നെക്സ്റ്റ് നിങ്ങൾ ഈ ചാപ്റ്ററും നെക്സ്റ്റ് ഡയറ്ററി സർവീസും അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ട്യൂസ്ഡേക്ക് ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. നമുക്ക് ആ ഒരു ഏരിയ നിങ്ങൾക്ക് എന്താ കുറെ നാളുകളായില്ലേ നമ്മളിത് പഠിച്ചിട്ട്, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഓർമ്മ കിട്ടൂല. അതുകൊണ്ട് ഇതൊക്കെ ഈ 2 ചാപ്റ്ററും ഇപ്പൊ നമ്മൾ പറഞ്ഞ റേഡിയോളജിയും തൊട്ടടുത്തുള്ള ഡയറ്ററി സർവീസും വായിച്ചിട്ട് വരിക. അപ്പൊ നമുക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പറഞ്ഞ് റിവൈസ് ചെയ്ത് പോകാം. ഓക്കെ, ഇന്ന് നമ്മൾ ഇത്രയും പഠിച്ച അത്രയും കഴിഞ്ഞ ചാപ്റ്ററിന്റെ നമ്മൾ പഠിച്ചില്ലേ, അതൊക്കെ ഒന്ന് നോക്കിപ്പോകാം കേട്ടോ. ഇന്ന് തന്നെ ഒന്ന് നോക്കിപ്പോവുക. ഓക്കെ, താങ്ക് യു. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എക്സാം കറക്റ്റ് ഡേറ്റ് എന്നാന്ന് അറിഞ്ഞിട്ടില്ല എങ്കിലും ഉടനടി തന്നെ നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. ഈ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ എക്സാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് തേർഡ് ഫോർത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വേഗം തന്നെ എക്സാം ഉണ്ടാവും. നിങ്ങൾ അതുകൊണ്ട് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, താങ്ക് യു. Thank you, teacher.